നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ കാപ്പ പ്രകാരം ജയിലിലടച്ചു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഏറത്ത് അറുകാലിക്കൽ പടിഞ്ഞാറ് കുതിരമുക്ക് ഉടയാൻവിള കിഴക്കേതിൽ വീട്ടിൽ 24-കാരൻ കെ ശ്യാംകുമാറിനെ കാപ്പ കേരള സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത് 1 വർഷത്തേക്ക് ജയിലിലടച്ചു. ജില്ലാ പോലീസ് മേധാവി വി അജിത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ കളക്ടർ പ്രേംകൃഷ്ണനാണ് കരുതൽ തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചത്. അടൂർ കൊടുമൺ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത വധശ്രമം, വീട് കയറി ദേഹോപദ്രവം ഏൽപ്പിക്കൽ, സംഘം ചേർന്നുള്ള ആക്രമണം, മോഷണം തുടങ്ങിയ 10ഓളം ഗുരുതര കുറ്റകൃത്യങ്ങളിൽ പ്രതിയാണ്. കഴിഞ്ഞ വർഷം ഇയാളെ കാപ്പ ചുമത്തി 6 മാസം ജയിലിലടച്ചിരുന്നു. പുറത്തിറങ്ങിയ പ്രതി കാപ്പ നടപടി പ്രകാരം ജയിലിലടയ്ക്കപ്പെട്ട സഹോദരങ്ങളായ അടൂർ, ഇളമണ്ണൂർ, മാരൂർ സൂര്യലാലിന്റെയും ചന്ദ്രലാലിന്റെയും വീട്ടിൽ വെച്ച് കണ്ണൂർ കേളകം സ്വദേശിയായ മറ്റൊരു കാപ്പ കേസ് പ്രതി ജെറിൽ പി ജോർജിനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ജനുവരി 18-ന് അറസ്റ്റിലായിരുന്നു. കഴിഞ്ഞ വർഷം കാപ്പ നടപടികൾക്ക് വിധേയരായി തൃശൂർ വിയ്യൂർ സെൻട്രൽ ജയിലിൽ കഴിയുമ്പോഴാണ് പ്രതികൾ പരസ്പരം പരിചയപ്പെട്ടത്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഇവർ മാരൂരിലുള്ള സൂര്യലാലിന്റെ വീട്ടിൽ ദിവസങ്ങളോളം ഒരുമിച്ച് താമസിച്ചിരുന്നു. സാമ്പത്തിക ഇടപാടുകളുടെ പേരിൽ ഇവിടെ വെച്ചുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് പ്രതികളായ വിഷ്ണു വിജയനും ശ്യാംകുമാറും കാർത്തിക്കും ചേർന്ന് ജെറിലിനെ ക്രൂരമായി മർദ്ദിക്കുകയും ബ്ലേഡ് കൊണ്ട് ദേഹം മുഴുവൻ മുറിവേൽപ്പിക്കുകയും മറ്റും ചെയ്തു. ഈ കേസിൽ അറസ്റ്റിലായി തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കഴിഞ്ഞുവന്ന ഇയാൾ മെയ് 10-ന് ജയിലിൽ നിന്നും മോചിതനായി. തുടർന്ന് ഒളിവിൽ പോയ ഇയാളെ ജില്ലാ കളക്ടറുടെ കാപ്പ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ അടയ്ക്കുകയായിരുന്നു. ഇയാളെ തൃശൂർ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റും. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം അടൂർ ഡിവൈഎസ്പി ആർ ജയരാജിന്റെ മേൽനോട്ടത്തിൽ അടൂർ പോലീസ് ഇൻസ്പെക്ടർ ആർ രാജീവ്, SI എം പ്രശാന്ത്, SSCPOമാരായ സൂരജ്, ശ്യാംകുമാർ, അൻസാജു, നിസാർ എന്നിവരടങ്ങുന്ന സംഘമാണ് നടപടികൾ സ്വീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, അടൂർ.